ഷാർജയിലെ അവസ്ഥയാണ് ഇത്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ദുരിതം അനുഭവിക്കുന്നതും ഷാർജയിലാണ്. അൽമജാസ്, അബുഷാഗര, അൽവഹദ, കിങ് ഫൈസൽ സ്ട്രീറ്റ് എന്നിവയെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയിൽ. റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും താമസ കേന്ദ്രങ്ങളിലുമെല്ലാം 5 ദിവസമായി വെള്ളം കയറി നിശ്ചലമായ നഗരം. സർക്കാർ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും വിതരണം ചെയ്യുന്ന ഭക്ഷണവും വെള്ളവും മരുന്നുമാണ് ഏക ആശ്രയം. പലയിടത്തും വൈദ്യുതിയും ശുദ്ധജല വിതരണവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രായമായവരടക്കം നിരവധി പേർ കെട്ടിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുന്നു. അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാനും ഷാർജ ഭരണാധികാരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൻപതുകാരനായ പാകിസ്ഥാൻ സ്വദേശി ഒഴുക്കിൽപ്പെട്ട് മരിച്ചതായി ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു. അൽദൈദ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ജലവിതരണം നടത്തിയിരുന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. ടാങ്കർ അടക്കം ഒഴുകിപ്പോയാണ് അപകടമുണ്ടായത്. ഇതോടെ രാജ്യത്ത് മഴക്കെടുതിയിൽ മരണം 5 ദുബായ് നഗരം മഴക്കെടുതിയിൽ നിന്നും മുക്തമായി തുടങ്ങി. വിമാനത്താവളം നാളെ ഉച്ചയോടെ പൂർണ്ണതോതിൽ സർവീസ് തുടങ്ങും. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവ സർവീസ് പുനരാരംഭിച്ചു. മെട്രോ സർവീസും ഉടൻ പഴയ നിലയിലെത്തും. UAE വിവിധ മേഖലകളിലെ വെള്ളക്കെട്ടിന്റെ ചിത്രങ്ങൾ ഇന്ന് നാസ പുറത്തുവിട്ടു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.